Hello friends, this video we will rigid bodies in the center of mass, center of gravity, moment of inertia എന്നീ ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു റിജിഡ് ബോഡി? നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസസിൽ ഏതൊരു ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൽ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. അതൊന്ന് കംപ്രസ് ആവുകയോ അല്ലെങ്കിൽ അതിലൊരു ഇലോങ്ങേഷൻ സംഭവിക്കുകയോ ചെയ്യും. എന്നാൽ തിയറിറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ചെറിയ തോതിലുള്ള ഡീഫോർമേഷൻസ് ആണ് ബോഡിയിൽ വരുന്നെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലെക്റ്റ് ചെയ്ത് അതിനെ റിജിഡ് ബോഡി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പം അങ്ങനെ ഡീഫോർമേഷൻ ഒന്നും ഉണ്ടാകാത്ത ടൈപ്പ് ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് വിളിക്കുന്നത്. റിജിഡ് ബോഡി ഇസ് എ ബോഡി വിത്ത് എ പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സച്ച് എ ബോഡി ഡു നോട്ട് ചേഞ്ച്. അപ്പോൾ ഓർത്തോളുക, പ്രാക്ടിക്കലി ഒരു ബോഡിയും റിജിഡ് ബോഡിയല്ല, ചെറിയ രീതിയിലുള്ള ഡിഫോർമേഷൻ എങ്കിലും അതിന് ഉണ്ടാകും. എന്നാൽ തിയറിറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡീസിൻ്റെ ഷേപ്പിന് എക്സ്റ്റേണൽ ഫോഴ്സിന് അണ്ടറിൽ വലിയ ചേഞ്ച് ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ ചെറിയ നെഗ്ലിജിബിൾ ഡിഫോർമേഷനേ വരുന്നുള്ളൂ എങ്കിൽ ആ ഡിഫോർമേഷനെ നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്ത് അതിനെ ഒരു റിജിഡ് ബോഡി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് റിജിഡ് ബോഡീസിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അതേപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നീ ടോപ്പിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു വലിയൊരു ബോഡി, അതിലൊരു മാസ് ഉണ്ട്. അപ്പോൾ ഈ മാസ് ഒരു പർട്ടിക്കുലർ ത്രൂ ഔട്ട് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ ത്രൂ ഔട്ട് ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ആ പോയിന്റിനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി ഇസ് എ സിംഗിൾ പോയിന്റ് വെർ ഇറ്റ്സ് എൻറ്റയർ മാസ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഇപ്പോൾ ഒരു മാസ്, ഒരു ബോഡിയുടെ കേസ് മാത്രമല്ല, ഇപ്പോൾ രണ്ട് ബോഡീസ് ഈ ഫിഗറിൽ കാണിക്കുന്ന കൂട്ട് ഒരു ചെറിയ ബോഡി ഓഫ് മാസ് m1 ആൻഡ് എ ലാർജർ ബോഡി ഓഫ് മാസ് m2. ഈ രണ്ട് ബോഡീസ് തന്നു. ഈ രണ്ട് ബോഡീസിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, അതായത് ഈ രണ്ട് ബോഡീസിൻ്റെയും മാസ് ഏത് പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഇവിടെ m1 into x1 plus m2 into x2 by m1 plus m2 ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും അലോങ് ദ x ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ x1 x2 എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഈ രണ്ട് ബോഡീസിൻ്റെയും സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്തായിരുന്നു? ഒരു ബോഡി അല്ലെങ്കിൽ ഒന്നിലധികം ബോഡീസിൻ്റെ മാസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ടേമാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇപ്പം നമ്മൾ മാസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. മാസ് എവിടെ, നമ്മൾ യൂണിവേഴ്സിൽ എവിടെ പോയാലും മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ വെയിറ്റ് അങ്ങനത്തെ ഒരു ടേം അല്ല. വെയിറ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കൂടെ ഈ മാസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് വെയിറ്റ്. വെയിറ്റ് പലയിടത്തും വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് അല്ല. ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, ഡെപ്ത് കുറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പം പല എർത്തിൽ നിന്ന് നമ്മൾ വേറൊരു പ്ലാനറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വ്യത്യാസം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറല്ല. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ബോഡി അല്ലെങ്കിൽ ഒന്നിലധികം ബോഡീസിൻ്റെ ഈ വെയിറ്റ് ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. Center of gravity of a rigid body is a single point where the entire weight of the body can be considered to act. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനും നേരത്തെ പഠിച്ചതിന് കുറച്ച് സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ തന്നെയാണ്. നേരത്തെ നമ്മൾ മാസിൻ്റെ കൂടെ ആ ഒരു എക്സ് ഡിസ്റ്റൻസ് മാത്രമായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുമ്പോൾ വെയിറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, മാസ് അല്ല, വെയിറ്റ് ആണ്. അപ്പോൾ വെയിറ്റ് കൺസിഡർ ചെയ്യാൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ കൂടെ എക്സ് ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ കോമൺ പോയിന്റിൽ നിന്ന് ഓരോ ബോഡീസിൻ്റെ സെൻറ്ററിലേക്കുള്ള എക്സ് ഡിസ്റ്റൻസോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിനോമിനേറ്ററിൽ വീണ്ടും വെയിറ്റിൻ്റെ എല്ലാം കൂടെ സം എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നു. ഇതേപോലെ തന്നെ വൈയുടെയും സെഡ് കോർഡിനേറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസിൽ ബോഡിയുടെ മാസ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാകട്ടെ ബോഡിയുടെ വെയിറ്റ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും എപ്പോഴേലും ഈക്വൽ ആകുമോ എന്നുള്ളത്.
ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലാകെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നുണ്ട്. ഇതെല്ലാ ടേംസിലും ഈക്വൽ ആണ് എങ്കിൽ അത് ക്യാൻസൽ ഔട്ട് ആയി പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ടൈപ്പും. അപ്പം അങ്ങനെ വരുമ്പോൾ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ അത് ഓർത്തോണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ ബോഡിയുടെ എല്ലാ പോയിന്റ്സിലും ഒരേ വാല്യൂ തന്നെയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിലായിരിക്കും ലൈ ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ വരുന്നത് ഏത് കേസിലായിരിക്കും? ഒരു ബോഡിയുടെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പല പോയിന്റ്സിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസ് എപ്പോഴായിരിക്കും? വെൻ ദ ബോഡി ഈസ് വെരി ലാർജ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗണ്ട് എവറസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മൗണ്ട് എവറസ്റ്റ് നമ്മുടെ എർത്തിൻ്റെ സർഫസിലായിരിക്കും അതിൻ്റെ ബോട്ടം പോർഷൻ റെസ്റ്റ് ചെയ്യുന്നത്. ടോപ്പ് പോർഷൻ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഒരു വീഡിയോയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ് വെച്ച് എങ്ങനെ വേരി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. എർത്ത് സർഫസിൽ നിന്ന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൗണ്ട് എവറസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂസ് കുറവായിരിക്കും കമ്പയർഡ് ടു ദ ബോട്ടം സർഫസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ ജിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ അത് ഓർത്തോണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബോഡിയിൽ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ ബോഡീസിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിലായിരിക്കും ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോയിന്റ്സിലായിരിക്കും ലൈ ചെയ്യുന്നത്. If the magnitude of acceleration due to gravity remains the same at all points of a body, the center of mass and center of gravity will be identical. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ഷേപ്സിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ, അതിൻ്റെ വാല്യൂസ് എവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളൊരു സെമി സർക്കുലർ റിങ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സെമി സർക്കുലർ ആണ്, അതായത് ഹാഫ് സർക്കിളേ വരത്തുള്ളൂ, റിങ് ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും കിടക്കുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ലൈ അറ്റ് എ പോയിൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2r/π ഫ്രം ദ സെൻറ്റർ. ആ സെമി സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും 2r/π ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ജി കോൺസ്റ്റൻ്റ് ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിൽ തന്നെ ആയിരിക്കും ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഡിസ്റ്റൻസ് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2r/π. r ഇവിടെ എന്താ? റേഡിയസ് ഓഫ് ദ സെമി സർക്കിളാണ്. ഇനി ഒരു ഹെമിസ്ഫിയറിക്കൽ ഷെല്ലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു സ്പിയറിൻ്റെ ഹാഫ്, ഹെമിസ്ഫിയറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത് r/2 ഡിസ്റ്റൻസിലായിരിക്കും. ഇനി സോളിഡ് ഹെമിസ്ഫിയർ ആണെങ്കിലോ, സോളിഡ് ഹെമിസ്ഫിയർ ഇപ്പോൾ ഷെല്ലെന്ന് പറയുമ്പോൾ പുറമേ മാത്രമേ ഉള്ളൂ, അത് ഹോളോ ആണ്. അപ്പോൾ സോളിഡ് ആണെങ്കിൽ ആ സോളിഡ് ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത് 3r/8 ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. സെമി സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4r/3π ഫ്രം ദ സെൻറ്റർ. ഇനി ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഹോളോ ട്രയാങ്കിൾ ആണ് എങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത് h/3 ഡിസ്റ്റൻസിൽ നിന്നായിരിക്കും. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള സ്ട്രക്ചർ ആണ് എങ്കിൽ, ബിയും എല്ലും ഡയമെൻഷൻസ് ഉള്ള റെക്റ്റാങ്കിൾ ആണ് എങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് നമ്മൾ നോക്കുമ്പോൾ b/2ഉം y കോർഡിനേറ്റ് നോക്കുമ്പോൾ l/2 ഡിസ്റ്റൻസിലായിരിക്കും, അതിൻ്റെ സെൻറ്ററിലായിരിക്കും അത് ലൈ ചെയ്യുന്നത്. ഇനി ഒരു സോളിഡ് കോൺ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യാൻ പോകുന്നത് h/4 ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കേസുകളിലെല്ലാം നമ്മൾ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിലാണ് ലൈ ചെയ്യുന്നത് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. കാരണം ഇവിടെ എല്ലാം നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂസ് ഈക്വൽ ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ചോദിച്ചാലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചോദിച്ചാലും ഈ പോയിന്റ്സിൽ തന്നെ ആയിരിക്കും വാല്യൂസ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ കോണിൻ്റെ അറിഞ്ഞിരിക്കണം. കോണിൻ്റെ അതേപോലെ റെക്റ്റാങ്കിളിൻ്റെ ഹെമിസ്ഫിയറിൻ്റെ ഒക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണം. അപ്പോൾ ഇവിടെ കോണിൻ്റെ വരുമ്പോൾ നേരം ഹോളോ കോൺ ആണെങ്കിൽ h/3ഉം സോളിഡ് കോൺ ആണെങ്കിൽ h/4ഉം ആണ്. അടുത്തത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പോൾ എന്താണ് ഇനി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇസ് എ മെഷർ ഓഫ് എ റിജിഡ് ബോഡീസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് റൊട്ടേഷണൽ മോഷൻ.
അതായത് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആ റൊട്ടേഷണൽ മോഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബോഡിയുടെ ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഫോർ എ സിംഗിൾ പോയിന്റ് മാസ്, ഇതിനെ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ I എന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സിംഗിൾ പോയിന്റ് മാസ് ഇസ് കാൽക്കുലേറ്റഡ് by multiplying mass by the square of its perpendicular distance from the axis of rotation. ഇപ്പോൾ ഒരു ബോഡി ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷന് ചുറ്റുമായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R ആണ് എങ്കിൽ ആ ബോഡിയുടെ മാസ് M ആണെങ്കിൽ ആ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ M × R² ആണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ ടേബിളിൽ തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ്. ഇവിടെ കുറച്ച് റിങ്ങുകളും അതേപോലെ റോഡുകളുടെയൊക്കെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂസ് തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ആക്സിസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം തിൻ സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നത് അതിന് പെർപെൻഡിക്കുലർ ആണ്, പാസിങ് ത്രൂ ദ സെൻറ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ വരുന്നത് M × R². ഇനി ഇതേ തിൻ സർക്കുലർ റിംഗ് തന്നെ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന് പാരലൽ ആയിട്ട് വരുവാണെങ്കിൽ, നേരത്തെ പെർപെൻഡിക്കുലർ ആയിരുന്നു പറഞ്ഞത്, ഇപ്പോൾ ഇറ്റ് ഇസ് പാരലൽ ടു ദ ഡയമീറ്റർ. അപ്പം അങ്ങനെ കിടക്കുവാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ MR²/2 ആണ്. ഇനി ഒരു റോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, റോഡിൻ്റെ ലെങ്ത് L ആണ്, വളരെ തിന്നാണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന് പെർപെൻഡിക്കുലർ അറ്റ് ദ മിഡ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വരുന്ന ഇക്വേഷൻ ML²/12. ഇനി ഒരു സർക്കുലർ ഡിസ്ക് ആണ് ഓഫ് റേഡിയസ് R, ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നത് അതിന് സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്നു പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ MR²/2. ഇനി ഒരു സർക്കുലർ ഡിസ്ക് വിത്ത് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാരലൽ ടു ഇറ്റ് സർഫസ്, അതിന് ഡയമീറ്ററിന് പാരലൽ ആയിട്ടാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നതെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തരുന്ന ഇക്വേഷൻ MR²/4 ആണ്. ഇനി ഒരു ഹോളോ സിലിണ്ടർ ആണെങ്കിലോ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നത് ആ സിലിണ്ടറിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെ പാസിങ് ത്രൂ ഇറ്റ് സെൻറ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് MR². ഇനിയും സോളിഡ് സിലിണ്ടർ ആണ്, സെയിം ലൈൻ ആക്സിസ് ആണ് എങ്കിൽ MR²/2 ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തരുന്നത്. ഇനി സോളിഡ് സ്പിയർ ആണ് എങ്കിൽ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സോളിഡ് സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോളിഡ് സ്പിയറിൻ്റെ കേസിൽ വരാൻ നേരം അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തരുന്ന ഇക്വേഷൻ 2/5 MR² ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിജിഡ് ബോഡീസിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതേപോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറഞ്ഞു പോയിന്റ് വെയർ ദ മാസ് ഇസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നതോ പോയിന്റ് വെയർ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഇസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. ഇനി ഇത് രണ്ടും ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? വെൻ ദ വാല്യൂ ഓഫ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് സെയിം ത്രൂ ഔട്ട് ദ ബോഡി. അതിൻ്റെ വാല്യൂ ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിൽ വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷേപ്സിൻ്റെ, ഇപ്പം കോണിൻ്റെ, ഹെമിസ്ഫിയറിൻ്റെ, ഡിസ്കിൻ്റെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ റിങ്സിൻ്റെ ഒക്കെ നമ്മൾ ഹെമിസ്ഫിയറിക്കൽ റിങ്ങിൻ്റെ ഒക്കെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ആ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ സം ഇമ്പോർട്ടൻറ്റ് ഷേപ്സ്, അതിൽ സ്പിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.